ആദ്യമേ പറഞ്ഞേക്കാം, നീന്തൽ അറിയാത്ത ആരും തന്നെ ഈ കുളത്തിൽ ചാടാൻ നിൽക്കരുത്. ഏറ്റവും മിനിമം ഈ കാണുന്ന പോലെ തുഴയാനെങ്കിലും അറിയാം. ഇവിടെ വന്നാണെങ്കിൽ പച്ചപ്പും ഹരിതാപേതൊക്കെ പറയൂല. ആ ഒരു ആംബിയൻസിൽ കുളത്തിൽ ചാടാം. നമ്മുടെ മണലിക്കാട് കള്ള് ഷാപ്പിന്റെ അടുത്ത് കാണുന്ന പാടില്ല, ആ പാടത്ത് കൂടി ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിട്ട് തന്നെ വേണം അങ്ങോട്ട് പോവാനായിട്ട്. ഈ ചെളി കൂടി തന്നെ അത്യാവശ്യം നടക്കാനുണ്ട്. അങ്ങനെ ആ പാടത്ത് ചെളി കൂടി നടന്ന് കുറച്ചങ്ങോട്ട് ചെന്നിട്ട് പിന്നിലോട്ട് നോക്കുമ്പോൾ ആ കാണാട് നേരത്തെ കണ്ട കള്ള് ഷാപ്പ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 400 മീറ്ററെങ്കിലും നടക്കാനുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ സ്ഥലം എത്തി. ഇത് നോക്കി നിങ്ങൾ, ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടിൽ വേറെ ഇല്ലെന്ന് തോന്നിപ്പോ. അവിടെ തെളിനീര് പോലത്തെ വെള്ളമുള്ള കുളം. ഞാൻ ആലോചിക്കുന്നത് നീന്തൽ അറിയാത്തവരെ എന്തുകൊണ്ടുകൂടെ നീന്തൽ അഭ്യസിപ്പിച്ചുകൂടാന്ന്. എന്തായാലും ഈ ഒരു ഞായറാഴ്ച ഇവിടെ വരാനായിട്ട് വേറൊരു ഗാനം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലിപ്പിന്റെ കൊച്ചിന്റെ മാമോദീസായിരുന്നു ഞായറാഴ്ച. ആ ഒരു പരിപാടി കാരണമാണ് നമ്മുടെ ഗ്യാങ്ങിൽ എല്ലാവരും ഒരുമിച്ച് കിട്ടിയത്. അപ്പൊ അതങ്ങടെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. പരിപാടി കഴിഞ്ഞിട്ട് എല്ലാരും നേരെ വന്ന് ചാടി ഈ കുളത്തിലോട്ടായിരുന്നു. എല്ലാ ക്ഷീണവും അങ്ങോട്ട് മാറിക്കിട്ടേ. ഞങ്ങൾ സാധാരണ കൃഷ്ണകോട്ട പുഴയിലാണ് ഇങ്ങനെ കുളിക്കാനായിട്ട് പോവാറുണ്ടായിരുന്നു. അതും വർഷങ്ങളായി ഇങ്ങനെ ഒരുമിച്ച് പോയി. പക്ഷെ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ നാട്ടിൽ കുളത്തിൽ കുളിക്കാൻ വരുന്നത്. എന്തായാലും എല്ലാവരും തന്നെ നല്ലോണം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഈ ഞായറാഴ്ച. അപ്പൊ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണലിക്കാട് നിന്ന് പുത്തമ്പലിക്ക് പോണ വഴി പാടത്തിന്റെ അടുത്താണ്ടാ.